ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പേര് പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് ഞാൻ ഇവിടെ നിന്ന് കാണിക്കുന്നത്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് പുഡിങ്ങിലേക്ക് പോകാം. പുഡിങ്ങിന് വേണ്ടി ആദ്യമായി ഞാൻ എടുത്തിട്ടുള്ളത് 2 പീസ് ബ്രെഡാണ്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഒന്ന് പൊടിച്ചെടുക്കാം. ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാത്രം വെച്ച് അതിൽ 1.5 കപ്പ് പാലെടുക്കാം. ചെറിയ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. പാല് ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ പൊടിച്ച് വെച്ച ബ്രെഡ് അതിലേക്ക് കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. മൂന്ന് വലിയ സ്പൂൺ പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കാം. അത് മെല്ലെ ഇങ്ങനെ ഇളക്കി ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാം. കുറച്ച് ചൈന ഗ്രാസും കൂടി ആഡ് ചെയ്ത് നന്നായി അലിയുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ പുഡിങ്ങിന് വേണ്ടി ഞാൻ ആകെ എടുത്തിട്ടുള്ളത് ഒരു 3.5-4 ഗ്രാം വരെ ചൈന ഗ്രാസ് ആണ്. അതിൻ്റെ പകുതിയാണ് ഞാൻ ഈ സ്റ്റേജിൽ ആഡ് ചെയ്യുന്നത്. കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി അത് തിളച്ച് വരുമ്പോൾ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഈ മിക്സിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി നമുക്ക് ഈ പുഡിങ്ങിൻ്റെ സെർവിങ് പാനിലോട്ട് മാറ്റാം. ഇതിൻ്റെ ചൂട് മൊത്തം ആറിയതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുക്കണം, സെറ്റ് ആവാൻ വേണ്ടി. മാറ്റിവെച്ച മിക്സ് കൊണ്ട് നമുക്ക് വേറൊരു പാനിൽ ഇതുപോലെ ചെറുതും വലുതുമായ ഡോട്ട്സ് ഉണ്ടാക്കാം. ഈ ഡോട്ട്സ് ആണ് ഈ പുഡിങ്ങിൻ്റെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പാർട്ട്. ഈ ഡോട്ട്സ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം, എന്നാൽ പെട്ടെന്ന് സെറ്റായി കിട്ടും. അരമണിക്കൂറിന് ശേഷം ആ പുഡിങ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതിൻ്റെ എല്ലാ സൈഡും ഒന്ന് ഇളക്കി കൊടുത്ത് വേറൊരു പാനിലേക്ക് പതുക്കെ ഒന്ന് തട്ടിയിടാം. അത് പൊളിഞ്ഞു പോകാണ്ട് നോക്കണം. ഇനി ഈ പുഡിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഒരു പാനിൽ 2 ഗ്ലാസ് പാലെടുക്കണം. ചെറിയ ഫ്ലെയിമിൽ വേണം ഇത് വെക്കാൻ. ഇതിലേക്ക് 3 സ്പൂൺ പഞ്ചസാരൻ്റെ അളവ് കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല, ടേസ്റ്റൊക്കെ അവരവരുടേതുപോലെ കൂടി കുറഞ്ഞിരിക്കും. ശേഷം കുറച്ച് ചൈന ഗ്രാസും കൂടി ആഡ് ചെയ്യാം. നന്നായി അലിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് 3 വലിയ സ്പൂൺ ചോക്ലേറ്റ് ക്രീമാണ്. കുറച്ച് കൊക്കോ പൗഡറും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കളറിന് വേണ്ടിയിട്ട് അത് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഓറിയോ ബിസ്ക്കറ്റ് ആഡ് ചെയ്യാം, കൊക്കോ പൗഡർ മാത്രം ആഡ് ചെയ്യാം, അതൊക്കെ ഓപ്ഷനിലാണ്. ഈ മിക്സ് ഒന്ന് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ വീഡിയോയിൽ കാണും പോലെ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഡോട്ട്സ് നമ്മൾ ഒഴിക്കാൻ എടുത്ത് വെച്ചിരിക്കുന്ന പുഡിംഗ് പാനിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ അത് സെറ്റ് ചെയ്യാം. ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് മിക്സിൻ്റെ പകുതി ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പകുതി മാറ്റി വെക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ച ലെയർ പതുക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ശേഷം നമ്മൾ എടുത്തു വെച്ച ചോക്ലേറ്റ് മിക്സ് ഈ വൈറ്റ് ലെയറിൻ്റെ മുകളിലായി ഫുള്ളായിട്ട് സെറ്റ് ചെയ്യാം. ശേഷം ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അരമണിക്കൂർ ആകുമ്പോഴേക്കും ഇത് സെറ്റാവും.
അതിനുശേഷം പുറത്തെടുത്ത് എല്ലാ സൈഡും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊൽക്ക ഡോട്ട് ചോക്ലേറ്റ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നല്ല മൊഞ്ചുള്ള പുഡിംഗാണ് കാണുമ്പോൾ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം.